ഹായ് ഫിഷി ഡോക്ടേഴ്സ്, നമ്മളുടെ ഫൈനൽ വീക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നീറ്റ് 2024 ഡ്രസ് കോഡ് ഇതാ. നിങ്ങളുടെ ഓൾ ഡൗട്ട്സ് ആൻസേർഡ്. ഇനി അങ്ങോട്ട് നമുക്ക് ഡ്രസ് കോഡിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ അവസാനത്തെ 4-5 ദിവസം ഇത് ആലോചിച്ചല്ല മക്കൾ ടെൻഷൻ അടിക്കേണ്ടത്. ഒന്നും ആലോചിച്ച് മക്കൾ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, അപ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ കൺസേൺസിലുമുള്ള ആൻസർ ആണിത്. അതായത് ബോയ്സിൻ്റെ ഡ്രസ് കോഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ക്യാപ്പുകൾ, സൺഗ്ലാസസുകൾ ഇതൊന്നും ഇട്ട് എക്സാം ഹാളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ഇട്ടിട്ട് പോകുന്നവരുണ്ടെങ്കിൽ പുറത്ത് അത് ഊരി പേരൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എക്സാം ഹാളിലേക്ക് കയറുക. കളേർഡ് ഹെയർ കുഴപ്പമില്ല. ഒരു രീതിയിലുള്ള പിയേഴ്സിങ്സ്, മെറ്റൽ ഇയർ റിങ്സ്, സെപ്റ്റം ഇടുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പിയേഴ്സിങ്സ് മുഖത്തൊക്കെ ഉണ്ടെങ്കിൽ, അത് കമ്മലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക. കഴുത്തിൽ ഒരു തരത്തിലുള്ള മാല പാടില്ല. ചരടുകൾ, ഏലസുകൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ അരഞ്ഞാണൊക്കെ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ അതും ഒഴിവാക്കിയിട്ട് എക്സാം ഹാളിലേക്ക് പോവുക. പിന്നെ നമ്മുടെ ടോപ്പ് വെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടുകളാണ്, റൗണ്ട് നെക്ക് ടീഷർട്ടുകളാണ് നല്ലത്. കോളേർഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധാരണ മൈൽഡ്ലി പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ടുകൾ ഇടാം, പക്ഷേ ഹാഫ് സ്ലീവ് ആണ്. അതൊന്ന് ട്രൈ ചെയ്യുക, അതൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ നമ്മൾ ബോട്ടത്തിലേക്ക് വരുമ്പോൾ ബെൽറ്റ് അലൗഡ് അല്ല. പിന്നെ ജീൻസ് അലൗഡ് അല്ല. ഒരു തരത്തിലുള്ള ടോൺ ജീൻസ്, ബാഗി ജീൻസ്, പിന്നെ അതുപോലെ ഒരുപാട് പോക്കറ്റുകളുള്ള കാർഗോ പാൻസ്, ഇതൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഏറ്റവും എളുപ്പം, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ജോഗേഴ്സ് പോലെ അല്ലെങ്കിൽ ട്രാക്ക് പാൻസ് പോലെ നമ്മൾ വീട്ടിലൊക്കെ ഇടില്ലേ, അതിട്ടിട്ട് പോകുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. പിന്നെ ബോട്ടത്തിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ സാധാരണ ചപ്പൽസ് ഇട്ടിട്ട് പോകാം. ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂസോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ചപ്പൽസും അലൗഡ് അല്ല. കാല് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചപ്പലും അലൗഡ് അല്ല. വാച്ച് കെട്ടാൻ പാടില്ല. എക്സാം ഹാളിൽ ക്ലോക്ക് ഉണ്ടാകും. കയ്യിൽ പെർമനൻറ്റ് ടാറ്റു ഒക്കെ ഉള്ളത് കുഴപ്പമില്ല. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒരു രീതിയിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസും എക്സാം ഹാളിൽ അലൗഡ് അല്ല. സോ ബ്ലൂടൂത്ത് ഇയർഫോൺസ്, എയർപോഡ്സ് ഇതൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ പുറത്ത് പാരൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോവുക. പോക്കറ്റ്സിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എല്ലാം റിമൂവ് ചെയ്ത്, ഇൻക്ലൂഡിങ് വല്ല ബില്ലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം റിമൂവ് ചെയ്ത് പാരൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോവുക. ഏറ്റവും മിനിമൽ പോക്കറ്റ്സ് ഉള്ള ബോട്ടംസ് ഇട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ബോയ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. ഓക്കെ, മൈൽഡ്ലി കളേർഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ടീഷർട്ട്, ഹാഫ് സ്ലീവ് വിത്ത് ട്രാക്ക് പാൻസ് ഓർ ജോഗേഴ്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. പിന്നെ വളരെ സിമ്പിളായിട്ട് ഒരുപാട് മെറ്റൽ ഹുക്സും മെറ്റൽ ഇതൊന്നും ഇല്ലാത്ത ഔട്ട്ഫിറ്റ്സിലേക്ക് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ഏലസുകൾ, ചരടുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. ഇനി നമുക്ക് ഗേൾസിൻ്റെ ഡ്രസ് കോഡ് നോക്കാം. ഗേൾസ് ആദ്യമായിട്ട് തന്നെ ഹെയർ സ്റ്റൈൽ മാം പറഞ്ഞിരുന്നു. ഒരുപാട് ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ അതിങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് ഇട്ട് പോവാതെ കെട്ടി ഒതുക്കി വെച്ചിട്ട് പോവുക. ഒന്നാമത്തെ റീസൺ അത് ഭയങ്കര ചൂടാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കത് അൺകംഫർട്ടബിൾ ആയിരിക്കും, ചൂട്. പ്ലസ് എക്സാം സെൻറ്റേഴ്സിൽ അത് അലൗ ചെയ്യില്ല. സിമ്പിളായിട്ടുള്ള ഒരു പോണി ടൈലായിട്ട് കെട്ടിയിട്ട് പോകാം, മുടി പിന്നിയിട്ടിട്ടൊക്കെ പോവാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് അലങ്കാരമൊക്കെയുള്ള ഒരുപാട് ഹെവി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസൊക്കെ ഒഴിവാക്കുക. ദാറ്റ്സ് നോട്ട് നീഡഡ് ഓൾസോ. നമ്മളൊരു എക്സാം എഴുതാനല്ലേ പോകുന്നത്. അപ്പോൾ ബണ്ണൊക്കെ വെച്ച്, സിമ്പിളായിട്ടുള്ളൊരു ബണ്ണൊക്കെ വെച്ച് ഹെയർ ഇത് കെട്ടാട്ടോ. പക്ഷേ ക്ലച്ചസ് ഒക്കെ ഇല്ലേ, മെറ്റൽ ക്ലച്ചസ്, മെറ്റൽ ക്ലിപ്സ്, ഹെയർ പിൻസ്, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ മഫ്ത അല്ലെങ്കിൽ തട്ടമൊക്കെ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൽ പിൻ ചെയ്തിട്ട് ആണത് കെട്ടുന്നതെങ്കിൽ ആ പിന്നുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനർ പറയും മെറ്റൽ ഡിറ്റക്ഷൻ്റെ സമയത്ത്. അപ്പം നിങ്ങളതില്ലാതെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ ചെറിയ ചെറിയ പിന്നുകൾ, സേഫ്റ്റി പിന്നുകൾ, ഇതൊക്കെ ഒഴിവാക്കുക. എഗെയിൻ ചരട്, ഏലസ്, അരഞ്ഞാണങ്ങൾ, ഇങ്ങനെയുള്ള മെറ്റൽ ജ്വല്ലറീസ് ഒക്കെ ഒഴിവാക്കുക. ആങ്ക്ലെറ്റ്സ്, പാദസരങ്ങൾ, ഇതൊന്നും പാടില്ല. മിഞ്ചി ഇടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പോവുക. ഇയർ റിങ്സ് വളരെ സിമ്പിളായിട്ടുള്ള ഇയർ റിങ്സ് ഒക്കെ ഇട്ടിട്ട് പോകാം, പക്ഷേ ഒരുപാട് ഹെവി ആയിട്ടുള്ള മെറ്റൽ ഇയർ റിങ്സും ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ വാച്ച് ഒന്നും പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ മെഹന്തിയുടെ കാര്യം കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ മെഹന്തി ഓൾറെഡി ഇട്ടുപോയതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ നഖത്തിൽ മെഹന്തി ഉള്ളത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നെയിൽ പെയിൻറ്റ് ഓൾറെഡി ഉണ്ട് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി ഇതിനായിട്ട് നിങ്ങൾ നെയിൽ പെയിൻ്റ് ഒക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഗേൾസിൻ്റെ ടോപ്പ് വെയറിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യൻ വെയർ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുർത്തയൊക്കെ ഇടാം, പക്ഷേ ഹാഫ് സ്ലീവ് കുർത്ത, റൗണ്ട് നെക്ക് പ്രിഫേർഡ്, സിമ്പിൾ പ്രിൻറ്റ്സ്, ഓക്കെ, മൈൽഡ് പ്രിൻറ്റുകൾ. ബോട്ടംസിലേക്ക് വരുമ്പോഴേക്കും കോട്ടൺ ബോട്ടംസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പട്ടിയാല ബോട്ടം അതൊക്കെ ഇടാം. പിന്നെ പലാസോ വരുമ്പോഴേക്കും ഒരുപാട് ഫ്ലെയർ ആയിട്ടുള്ള പലാസോസ് ഒഴിവാക്കുക. സ്ട്രെയിറ്റ് കട്ട് പോലെ കിടക്കുന്ന പലാസോസ് കുഴപ്പമില്ല, ലൈറ്റ് കളേർഡ് ആയിരിക്കണം. പിന്നെ ബോട്ടം വെയറിലേക്ക് വരുമ്പോൾ ജീൻസ് പറ്റില്ല. ഒരു രീതിയിലുള്ള ജീൻസ്, കാർഗോ പാൻസ്, മെറ്റൽ ഹുക്സും ബട്ടൺസും ഉള്ള ഒരു ബോട്ടം വെയറും പറ്റില്ല.
സാധാരണ കോട്ടൺ ബോട്ടം, പട്ടിയാല ബോട്ടം, ചുരിദാർ ബോട്ടം ഇതൊക്കെ ഇടാം. ഓക്കെ, ലെഗിങ്സ് ഒരുപാട് ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ട് കിടക്കാത്ത സാധാരണ ലുക്ക് തരുന്ന ലെഗിങ്സ്, ജെഗിങ്സ് ലൈറ്റ് കളേഴ്സ് ഇടാം. ഓക്കെ, പിന്നെ അതുപോലെയുള്ള ഇതൊക്കെ അലൗഡാണ്. അഗെയിൻ ഞാനും പറയുന്നു, നിങ്ങളും സാധാരണ ഒരു ടീഷർട്ടും റൗണ്ട് നെക്ക് ടീഷർട്ടും ഹാഫ് സ്ലീവും അതുപോലെ തന്നെ ഒരു ജോഗേഴ്സൊക്കെ ഇട്ടിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അതായത് വെസ്റ്റേൺ വെയർ ഇടുന്നവരോടാണ് പറഞ്ഞത് കേട്ടോ. ഇന്ത്യൻ വെയർ ഇടുന്നവർക്ക് ചുരിദാറൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. സാരിയൊക്കെ ഉടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം സാരി, ധാവണി ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നാമത് നല്ല ചൂടാണ്. പിന്നെ നമ്മൾ കസ്റ്റമറി ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ ഇപ്പോൾ പർദ്ദ ഇടുന്നവരുണ്ടാവും അല്ലേ, അബായാസ് ഇടുന്നവരുണ്ടാകും, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടാവും എക്സാം എഴുതുന്നവർ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കസ്റ്റമറി ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ എക്സാം ഹാളിലേക്ക് പോകാം. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ എനിക്ക് അതിൽ മെറ്റലിൻ്റെ ബെൽറ്റോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ചിലരിൽ. പക്ഷേ ഇനി അബായാസിലൊക്കെ പിന്നൊക്കെ കുത്തിയിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ അല്ലെ 1 hour ബിഫോർ തന്നെ എക്സാം ഹാളിൽ എത്തുക, നേരത്തെ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കസ്റ്റമറി ഡ്രസ്സ് അവർ നല്ലപോലെ ചെക്ക് ചെയ്ത് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അതുപോലെ സ്പെക്സ് അലൗഡ് ആണ്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് പവറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഹിയറിംഗ് എയ്ഡുകൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സാമിനറിനോട് പറയണം. ഓക്കെ, അതും കുഴപ്പമില്ല. എന്തായാലും പ്രിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ കയ്യിൽ കരുതിക്കോളൂ. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കേഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ എക്സാം ടൈമിൽ ആ മെഡിക്കേഷൻ എടുക്കേണ്ട ടൈമാണ്. അത് എടുക്കാതെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ആ മെഡിക്കേഷൻ ക്യാരി ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷനും എക്സാമിനറിനെ കാണിക്കുക, അതായത് അവിടെ ചെക്ക് ചെയ്യുന്ന ആളുകളെ ഇത് കാണിക്കുക. പിന്നെ കാലിലേക്ക് വരുമ്പോഴേക്കും കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഷൂസ്, ബെല്ലീസ് ഇതൊന്നും അലൗഡ് അല്ല. ഹീൽസ്, വെഡ്ജസ് ഒരു രീതിയിലുള്ള ഹീലുകളും അലൗഡ് അല്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇട്ടിട്ട് പോവുക. ഓപ്പൺ ആയിട്ടുള്ള ചെരുപ്പുകൾ, കാലിന് കാണുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ഇട്ടിട്ട് പോവുക. സാധാരണ വള്ളിച്ചെരുപ്പ്, ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, ഓക്കെ, സാധാരണ സ്ട്രാപ്പുള്ള ചെരുപ്പുകൾ, ഓക്കെ, സിമ്പിളായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഇട്ടിട്ട് പോകാം. അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഗേൾസിന് ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ നിങ്ങളുടെ ഡ്രസ് കോഡിനെ കുറിച്ച്? ഇനി മാം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പക്ഷേ ചോദിച്ചത് തന്നെ പിന്നെ ചോദിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ കാണുന്നൊരു പ്രവണത ഇതാണ്, നമ്മുടെ സബ്ജക്റ്റ് വീഡിയോസിൻ്റെയും നമ്മുടെ മാരത്തോൺ ലൈവിൻ്റെ ഒക്കെ താഴെ പോയിട്ട് ഡ്രസ് കോഡിനെ കുറിച്ചുള്ള ഡൗട്ട്സാണ്. അപ്പം ഓൾറെഡി ഒരുപാട് തവണ നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും മക്കൾ സംശയത്തോടെ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഡ്രസ്സല്ലേ, അത് നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് പോകാമല്ലോ, അതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എക്സാമിൽ എന്ത് എഴുതി വെക്കുന്നു എന്നുള്ളതല്ലേ ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ്, യെസ്. അപ്പം അതിൽ ഫോക്കസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നല്ലപോലെ റിവൈസ് ചെയ്യുക. പിന്നെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇതിനായിട്ട് നിങ്ങളിപ്പോൾ പുതിയൊരു അറ്റയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കൾ ഓർക്കുക, അത് വാഷ് ചെയ്ത് ഒരു പ്രാവശ്യമൊക്കെ ഇട്ടൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോകുക. ആദ്യം തന്നെ അലക്കാതൊക്കെ ഇട്ടിട്ട് പോയിട്ട് എക്സാം ഹോളിൽ എത്തുമ്പോഴേക്കും വല്ല ചൊറിച്ചിലോ എന്തെങ്കിലും അലർജിയോ ഒക്കെ ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടാവേണ്ടല്ലോ. ഓക്കെ, ചപ്പലിൻ്റെ കാര്യം അതുപോലെ തന്നെ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക എൻ്റെ മക്കളെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്.